ഉണർവിന്റെ 322-ാമത്തെ പുതിയ അധ്യായത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ചും ഇന്ന് ഈ അവസ്ഥയിൽ ഈ പ്ലാറ്റ്ഫോമിൽ ആയിരിക്കാൻ കാരണക്കാരായ നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് എല്ലാവരെയും ഒറ്റ വാക്കുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ ദൗത്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ജയ് ആർസിയും ഗുഡ് ആർസിയും രജിമോൻ സാർ പറഞ്ഞതുപോലെ ഞാനൊരു ബിഗിനറാണ്. ആർസിഎം എന്ന പ്രസ്ഥാനം നല്ലപോലെ മനസ്സിലാക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഉണർവ് എന്ന ഈ പ്രോഗ്രാം അതിന് വളരെയേറെ നമുക്ക് സഹായിക്കുന്നുണ്ട്. അതെല്ലാവർക്കും അറിയാം. ആദ്യമേ തന്നെ എൻ്റെ പേരും എൻ്റെ കാര്യങ്ങളും പറയാം. എൻ്റെ പേര് പ്രിൻസ് അബ്രാം എന്നാണ്. ഇവിടെ കോട്ടയം ജില്ലയിൽ കാണക്കാരി എന്ന സ്വദേശത്താണ് താമസിക്കുന്നത്. ആർസിഎമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഒരു വർഷം അടുത്താകുന്നതേ ഉള്ളൂ. ഈ ഒരു മഹാപ്രസ്ഥാനം നമ്മുടെ കൈകളിൽ തന്ന ഗ്രേറ്റ് ലീഡേഴ്സ് എല്ലാവരെയും ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു. എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഈ പ്രസ്ഥാനത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്കൊരു സേഫ്റ്റിയാണ്, അല്ലേ? തീർച്ചയായിട്ടും അത് അനുഭവിക്കുമ്പോൾ നമുക്കത് തിരിച്ചറിയാൻ സാധിക്കും. ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാൻ പരിശ്രമിക്കുകയാണ്. ഞാൻ വലിയ അറിവുള്ള വ്യക്തിയൊന്നും അല്ല. എന്നാലും എനിക്ക് കിട്ടിയ നമ്മുടെ രൂപാന്തര എന്ന പഠന കളരിയിൽ എനിക്ക് കിട്ടിയ അറിവുകളിൽ ചെറുത് ഞാനൊന്ന് ഉപയോഗിക്കുന്നു എന്ന് മാത്രം. അതിനെ സഹായിച്ച നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് എല്ലാവരെയും ഞാൻ നന്ദിയോടുകൂടെ ഓർക്കുന്നു. പ്രത്യേകിച്ചും രൂപാന്തരയിലെ നമ്മുടെ പ്രിൻസിപ്പൽ ശ്രീലത മാഡത്തെയും, അതുപോലെ തന്നെ പ്രദീപ് സാറിനെയും, അതുപോലെ തന്നെ നമ്മുടെ ഹെഡ് മാസ്റ്റർ ആയിട്ടിരിക്കുന്ന നമ്മുടെ ഷാജി അഗസ്റ്റിൻ സാറേയും, ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ പരസ്പരം കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ ഇടയാക്കി തന്ന നമ്മുടെ ലീഡേഴ്സ് റിജിമോൻ സാറിനെയും, നമ്മുടെ ഈ കോട്ടയത്തിന്റെ തലതൊട്ടപ്പൻ എന്ന് വിശേഷിക്കുന്ന നമ്മുടെ ജോസ് സാറിനെയും ഈ സമയത്ത് ഞാൻ നന്ദിയോടുകൂടെ ഓർക്കുന്നു, നന്ദി പറയുന്നു. നമ്മൾ ദൗത്യത്തിലേക്ക് കടക്കാം. ആർസിഎം എന്ന പ്രസ്ഥാനം നമുക്കറിയാം, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പൂവണിക്കുന്ന നമുക്കൊരു മഹാപ്രസ്ഥാനമാണ് ആർസിഎം. ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ആർക്കും ഒട്ടും സംശയം വേണ്ട. കാരണം നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് നടത്തിത്തരാൻ ഇതിൽ സംവിധാനമുണ്ട്. അതിൽ ഉറച്ചു വിശ്വസിക്കുക. പൊതുവെ നമുക്ക് വേണ്ട രണ്ട് കാര്യമാണ്: ആരോഗ്യവും സാമ്പത്തികവും. നമ്മൾ ഈ ഉണർവ് പ്ലാറ്റ്ഫോം അറ്റൻഡ് ചെയ്യുമ്പം തന്നെ ഇപ്പം അറ്റൻഡ് ചെയ്യുന്ന പലരും പല തിരക്കിന്റെ ഇടയ്ക്കായിരിക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആരും വെറുതെ ഒരു നേരം പോക്കിന് സമയം പോക്കിന് വേണ്ടി അല്ല കാണുന്നത്. എല്ലാവർക്കും തിരക്കുണ്ടാകും. ഓരോ തിരക്കിന്റെ ഇടയ്ക്കാണ് ഇത് നമ്മൾ കേൾക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. ആ ലക്ഷ്യം തീർച്ചയായിട്ടും ആർസിഎം നിറവേറ്റി തരും. നമ്മുടെ ആർസിഎമ്മിന്റെ പ്രാങ്കീത് കേൾക്കുമ്പോൾ അതിന്റെ അവസാനത്തെ ലൈൻ ബാബു സാർ എപ്പോഴും എല്ലാ വേദികളിലും എടുത്തു പറയുന്ന കാര്യമാണ്: നമ്മുടെ സ്വപ്നങ്ങൾ എന്താണോ അത് ആർസിഎമ്മിലൂടെ അത് പൂർത്തീകരിക്കപ്പെടും. ജയ് ആർസിഎം, അതാണ് ആർസിഎം. തീർച്ചയായിട്ടും അടിയുറച്ച് വിശ്വസിക്കുക. തീർച്ചയായിട്ടും ആർസിഎം അത് നമുക്ക് നടത്തിത്തരും. ആർസിഎം ഇത് നടത്തിത്തരും എന്ന് പറഞ്ഞാലും ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താലേ അത് നടക്കത്തുള്ളൂ, അല്ലെ? നമ്മൾ ആഗ്രഹിച്ചിട്ട് മാത്രം കാര്യമല്ല. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. നമ്മുടെ സമയവും നമ്മുടെ എഫേർട്ടും ഇതിനു വേണ്ടി നമ്മൾ കൊടുക്കാൻ തയ്യാറാകണം. നമുക്ക് 24 മണിക്കൂറുണ്ട്. 24 hours ആണ് ഒരു ദിവസം എന്ന് പറയുന്നത്. അതിൽ 8 മണിക്കൂർ നമ്മൾ ഉറങ്ങുന്നു, 8 മണിക്കൂർ നമ്മൾ ജോലി ചെയ്യുന്നു, ബാക്കിയുള്ള 8 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. എന്താണ് ചെയ്യുന്നത് നമ്മൾ? ആർസിഎമ്മിൽ നമ്മൾ ഉയരണം. സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും നമുക്ക് എല്ലാം നേടണം
എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ 8 മണിക്കൂർ നമ്മൾ എന്തിനാണ് പ്രയോജനപ്പെടുത്തുന്നത് എന്നൊന്ന് ഇന്നത്തെ ദിവസം ചിന്തിക്കുന്നത് നമുക്ക് നല്ലതായിരിക്കും. നമ്മൾ സാധാരണ ഇതിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒരു ഒറ്റനില വീട് നമ്മൾ പണിയുകയാണെങ്കിൽ അതിന്റെ അടിത്തറ എന്ന് പറയുന്നത് ചെറുതായിട്ടൊക്കെ പണിതാൽ മതി, അല്ലെ? ഒറ്റനിലയാണെങ്കിൽ അതിന്റെ അടിത്തറ ചെറുതായിട്ട് കുഴിച്ച് ചെറുതായിട്ട് ബേസ് ഇട്ടതാണ്. എന്നാൽ ഒരു 10-20 നില കെട്ടിടമാണെങ്കിലോ അതനുസരിച്ചിട്ടുള്ള ബേസ് നമുക്ക് വേണം. അങ്ങനെയല്ലേ? ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പൊ നമുക്ക് എല്ലാം നേടാൻ ഈ RCM എന്ന പ്രസ്ഥാനം സഹായിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ അടിത്തറ എങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് സ്വയം പരിശോധിക്കേണ്ട ആവശ്യം കൂടി ഇന്നത്തെ ദിവസമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് എല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എടുത്ത ക്ലാസ്സുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും അതിന്റെ സീരിയസ്നെസ് എന്തുമാത്രമായിരുന്നു. ഇന്നലെ തന്നെ നമ്മുടെ ഗ്രേറ്റ് ലീഡറായ പ്രദീപ് സാർ നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. അത് കണ്ടവർക്ക് കേട്ടവർക്ക് അത് വളരെ പ്രയോജനപ്പെട്ടു എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നു, പിന്നെ നമ്മുടെ റിസൾട്ട് എന്താണ്, നമ്മൾ എന്താണ് ചെയ്യുന്നത്, അതും കൂടി ഒരു ചോദ്യമാണ്. എല്ലാ ദിവസവും നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ഒക്കെ അവരുടെ സമയവും ആരോഗ്യവും എല്ലാം നമുക്ക് വേണ്ടി തന്ന് കഷ്ടപ്പെട്ടാണ് ഈ ഉണർവെന്ന ഈ പ്ലാറ്റ്ഫോം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലൂടെ നമ്മുടെ എഫേർട്ട് എന്താണ്, നമ്മളതൊന്ന് ചിന്തിക്കണം. ചുമ്മാ കേട്ടിരുന്ന് അങ്ങോട്ട് നല്ലതാണ് നല്ലതല്ല എന്ന് വിലയിരുത്തി പോകുന്നവരാണ്. അല്ലെ കേട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടപ്പിക്കാൻ നമ്മൾ എന്ത് എഫർട്ടാണ് എടുക്കുന്നത് എന്നും കൂടി ഒന്ന് ചിന്തിക്കണം. നമുക്ക് RCM-ൽ വളരുമ്പോൾ പ്രധാനമായിട്ട് നമുക്ക് പറയുന്ന കാര്യമാണ് നമ്മുടെ ഡ്രീം ലിസ്റ്റ് തയ്യാറാക്കണമെന്നും. ഡ്രീം ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കണം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദരങ്ങളുടെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, എത്ര പേര് ഡ്രീം ലിസ്റ്റ് എഴുതിയിട്ടുണ്ട്? ഡ്രീം ലിസ്റ്റ്, നമ്മുടെ സ്വപ്നങ്ങൾ അതൊരു ലിസ്റ്റായിട്ട് നമുക്ക് എഴുതണം എന്ന് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലെ? ഒരു ഡ്രീം ബുക്ക് നമ്മൾ വെച്ച്, ഒരു ഡ്രീം ബുക്ക് എന്ന് പറഞ്ഞ തന്നെ ഒരു ബുക്ക് വെച്ചിട്ട് നമ്മുടെ ഭാവിയിൽ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നു എന്ന് അതിൽ എഴുതി വെക്കണം. അത് വളരെ വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. ഇത്രയും നാൾ എഴുതിയില്ലെങ്കിൽ ഇന്ന് ഈ ക്ലാസ് കഴിയുമ്പം നിങ്ങൾ തീർച്ചയായിട്ടും എഴുതി വെക്കണം. അത് പറയുന്നതിന് ഒരു കാരണമുണ്ട്, ചുമ്മാതെയല്ല പറയുന്നത്. ഞാൻ കഴിഞ്ഞിടെ ഒരു പുസ്തകം വായിക്കാൻ ഇടയായി. പുസ്തകത്തിന്റെ പേര് ദി സീക്രട്ട്. മലയാളത്തിൽ രഹസ്യം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ആമസോണിലൊക്കെ അത് വായിക്കാൻ കിട്ടും. ആ പുസ്തകത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതില് ഉള്ള കാര്യമാണ്, ലോകത്തുള്ള ഏറ്റവും വലിയ കോടീശ്വരന്മാർ, ലോകമെമ്പാടുമുള്ള കോടീശ്വരന്മാർ, അവരെടുത്ത് അവർ ഈ കോടീശ്വരനാകാനുള്ള രഹസ്യം എന്താണെന്ന് എന്ന് ഒരു ഗവേഷണ സംഘം അവരുടെ അടുത്ത് ചെന്ന് അതിനെക്കുറിച്ച് പഠിച്ച് അതിൻ്റെ കാര്യങ്ങളാണ് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. എങ്ങനെയാണ് അവർ ആ കോടീശ്വരന്മാരായത്, ആ വലിയ നിലയിലേക്ക് എത്താൻ എന്താണ് കാരണം എന്നാണ് അവർ ഗവേഷണം നടത്തിയത്. ലോകത്തെമ്പാടുമുള്ള കോടീശ്വരന്മാർ പറഞ്ഞ ഒറ്റ കാര്യം, അത് രഹസ്യം എന്ന് പറഞ്ഞാലും അത് പരസ്യമാണ്, പരസ്യമായിട്ടുള്ള രഹസ്യമാണ്. അതാണ് ഞാൻ ഇപ്പം പറയാൻ പോകുന്നത്. സിമ്പിളാണ്. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നുവോ, ശ്രദ്ധിച്ച് കേൾക്കണേ, നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നുവോ അത് പ്രകൃതി നമുക്ക് തരാൻ തയ്യാറാണ്. നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും അത് തരാൻ പ്രകൃതി തയ്യാറാണ്. പിന്നെയോ നമ്മൾ ചെയ്യേണ്ട കാര്യം അതിനു വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ്. ഈ കോടീശ്വരന്മാരെല്ലാവരും കോടീശ്വരന്മാരായത് ഇങ്ങനെയാണ്. അതായത് അവർ ചിന്തിക്കും, ഇത്ര വർഷം കഴിയുമ്പം ഞാൻ ഈ നിലയിലേക്ക് എത്തും, ഒരു കോടീശ്വരനാകും. ഇപ്പൊ ഞാൻ പറയാണ്, ഞാൻ 2025 ആകുമ്പം ഒരു BMW കാർ വാങ്ങിക്കും എന്ന് ആദ്യമേ സ്വപ്നം കാണുക. സ്വപ്നം കാണുന്നതിന് പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ബുദ്ധിമുട്ടുമില്ലല്ലോ. സ്വപ്നം കാണുക, എന്നിട്ട്
അത് പ്രകൃതിയോട് പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ BMW കാർ വാങ്ങിക്കും, അത് ഞാൻ വാങ്ങിക്കും, അതിന്റെ സീറ്റിലിരുന്ന് ഞാൻ ഓടിക്കും, ആ കാറ് ഇന്ന കളറിലായിരിക്കണം, ഇന്ന മോഡലായിരിക്കണം. ഇങ്ങനെ നേരത്തെ തീരുമാനിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക, പ്രകൃതിയോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ പുസ്തകത്തിൽ പറയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വായിച്ച് മനസ്സിലാക്കാം. അതിന്റെ ഷോർട്ട് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ആ പുസ്തകം ഇപ്പം നിലവിൽ എൻ്റെ കയ്യിലില്ല. അത് ഒരു വ്യക്തി വായിച്ചിട്ട് തരാന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ട് ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് ആ പുസ്തകം കാണിക്കാൻ പറ്റാത്തത്. നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആമസോണിലൊക്കെ അത് കിട്ടും. സീക്രട്ട് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അതിൽ പറയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നുവോ അതിനെ സ്വപ്നം കണ്ട് അത് ആദ്യം എഴുതി വെച്ചിട്ട് അത് എനിക്ക് കിട്ടും 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 എന്ന് ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുക. വാഗൊണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. പറയുന്നത് മാത്രമല്ല, അത് കിട്ടി എന്ന് വിശ്വസിക്കുകയും ചെയ്യണം. പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ ഞാൻ പറയുമ്പോൾ അത് ഒരു ഇതായിട്ട് നിങ്ങൾക്ക് തോന്നാം, എന്നാലും ഇതാണ് സത്യം. അവര് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. കോടീശ്വരന്മാര് പറഞ്ഞത്, ഇന്ന വർഷത്തിൽ ഞാൻ ഇത്ര കോടി ഡോളർ ഞാൻ ഉണ്ടാക്കും, ഇത്ര വലിയ പൈസക്കാരനായിട്ട് മാറും എന്ന് അവർ മൈൻഡിൽ ആദ്യം ക്രിയേറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് അത് സ്വപ്നം കണ്ടിട്ട് അങ്ങനെ തന്നെ ഇരിക്കുകയല്ല ചെയ്യുന്നത്. പിന്നെയോ അവര് അതിനു വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നു. അപ്പം ഞാൻ നമ്മളൊരു കാര്യം ആഗ്രഹിക്കുമ്പോൾ പ്രകൃതി അത് തരുവാൻ റെഡിയാണ്. പിന്നെ നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ അത് നമുക്ക് കിട്ടുന്നതാണ്. ഇങ്ങനെയാണ് എല്ലാ കോടീശ്വരന്മാരും പറഞ്ഞ വാക്ക്. ആദ്യം ഒരു കാര്യം നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുക, സ്വപ്നം കാണുക, എന്നിട്ട് അതിനുവേണ്ടി പരിശ്രമിക്കുക. സ്വപ്നം കാണുക, പരിശ്രമിക്കുക. ഇത് രണ്ടും ചെയ്യുമ്പം തീർച്ചയായിട്ടും അത് നടന്നിരിക്കും എന്നാണ് ഈ കോടീശ്വരന്മാരെല്ലാവരും പറഞ്ഞ കാര്യം. ഇതവര് രഹസ്യമായിട്ട് സൂക്ഷിച്ചിരുന്ന കാര്യമാണ്. അത് പരസ്യമാക്കി ഈ പുസ്തകത്തിലൂടെ നമുക്ക് തന്നു. അത് വായിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത് തന്നെയാണ്. നമ്മുടെ അടുത്ത് നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് എല്ലാം പറയുന്ന കാര്യം. നമ്മൾ ഡ്രീംസ് ആദ്യം എഴുതി വെക്കുക. നമ്മുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഓൾറെഡി RCMൽ പ്രവേശിച്ചു കഴിഞ്ഞു. RCM എല്ലാം തരാൻ തയ്യാറാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ RCM എന്ത് പറയുന്നുവോ അത് അനുസരിക്കുക എന്നുള്ളതാണ്. അനുസരിക്കാതെ നമുക്കൊന്നും നേടാൻ സാധിക്കുകയില്ല. അത് ആ തിരിച്ചറിവ് വേണം. ഗ്രേറ്റ് ലീഡേഴ്സ് ഓരോ പ്ലാറ്റ്ഫോമിലും വന്നിരുന്ന് നമ്മളോട് പറയുമ്പോൾ അത് അനുസരിക്കുക. നമ്മളൊരു കൊച്ചു കുട്ടിയെ പോലെ നമ്മൾ അനുസരിക്കുക. അനുസരിച്ചാൽ മാത്രമേ നമുക്ക് വളരാൻ സാധിക്കൂ. അല്ലാതെ ചുമ്മാ വെറുതെ കേട്ടോണ്ടിരുന്നിട്ട് നല്ലതാണ് നല്ലതല്ല എന്ന് രണ്ടു വാക്ക് പറഞ്ഞിട്ട് പോകുന്നില്ല, യാതൊരു പ്രയോജനം നമുക്കുണ്ടാവില്ല. ഇത് ഞാൻ പറയാൻ കാരണം, ഇപ്പം ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും നാളത്തെ സ്റ്റാറും സ്റ്റാർ എമറാൾഡും ഭൂമിയും എല്ലാം മാറണം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ഇന്നത്തെ ഈ നിരം മാറി നമ്മളെല്ലാവരും വലിയ വലിയ ഗ്രേറ്റ് ലീഡേഴ്സ് ആയിട്ട് മാറാൻ പറ്റും. 100% ഉറപ്പാണ്. അത് ഈ RCM എന്ന ഈ മഹാപ്രസ്ഥാനത്തിൽ ഉണ്ട്. പക്ഷെ നമ്മൾ അതിനായിട്ട് എടുക്കുന്ന എഫേർട്ട്, അതാണ് നമുക്ക് തിരിച്ചറിയേണ്ടത്. പറഞ്ഞ് 8 മണിക്കൂർ ഉറങ്ങുന്നു, 8 മണിക്കൂർ ജോലി ചെയ്യുന്നു, പല കാര്യങ്ങളും ചെയ്യുന്നു, ബാക്കിയുള്ള 8 മണിക്കൂർ RCMന് വേണ്ടി മാറ്റിയേ പറ്റൂ. എന്നാലേ നമുക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ. എന്താണ് RCMൽ നമ്മൾ ചെയ്യുന്നത്? RCM പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോന്നായിട്ട് അനുസരിച്ച് മുന്നോട്ട് പോവുക. ഡ്രീം ലിസ്റ്റ് എഴുതാത്തവര് ദയവ് ചെയ്ത് ഇന്ന് തന്നെ എഴുതണം. ഞാൻ വലിയ ആളൊന്നുമല്ല, നിങ്ങളെപ്പോലെ ഒരു സാധാരണക്കാരനാണ്. പഠനക്കാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഡ്രീം ബുക്ക് എടുത്ത് ഓരോ ദിവസവും നമ്മുടെ സ്വപ്നങ്ങൾ, ഇപ്പം ഈ RCMൽ നമ്മൾ കടന്നു വന്ന ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങൾ കാണും അല്ലെ. ചിലർക്ക് നല്ല വീട് പണിയാനായിരിക്കും ആഗ്രഹം. ഇപ്പോൾ ഉള്ള ചെറിയ വീട് മാറി ഒരു നല്ല വീട് പണിയണം എന്ന് ആഗ്രഹമുണ്ടോ? തീർച്ചയായിട്ടും നടക്കും. നല്ല സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ ഉയരണം എന്നുണ്ടോ? തീർച്ചയായിട്ടും നടക്കും. നല്ല വാഹനങ്ങൾ വാങ്ങിച്ച് വലിയ രീതിയിൽ നടക്കണമെന്നുണ്ടോ? തീർച്ചയായിട്ടും അത് നടക്കും. നിങ്ങളുടെ ആഗ്രഹം എന്തുവാണോ അതെല്ലാം തീർച്ചയായിട്ടും RCMലൂടെ നടക്കും. അപ്പം നിങ്ങൾ ഒരു ബുക്ക് എടുക്കുക, അതിൽ ഡ്രീം എന്ന് എഴുതുക, സ്വപ്നങ്ങൾ എന്ന് എഴുതുക. എഴുതിയിട്ട് ഒരു പേജിൽ 2 താളുണ്ടല്ലോ, അതിൽ ഒരു സൈഡിൽ
നിങ്ങളുടെ ഡ്രീമിന്റെ ഫോട്ടോ ഒട്ടിക്കുക പറ്റുവാണെങ്കിൽ. ആ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ബുക്ക് എടുക്കുക, ബുക്കിൽ നമ്മൾ എന്താണ് സ്വപ്നം കാണുന്നത്. ഇപ്പം ഒരു വീടാണെങ്കിൽ, ഉദാഹരണത്തിന് വീടാണെങ്കിൽ ആ വീടിന്റെ മോഡൽ നമ്മൾ വിഷ്വലൈസ് ചെയ്യണം, വീടിന്റെ മോഡൽ. എന്നിട്ട് അതുപോലെ പറ്റുന്ന രീതിയിൽ വരയ്ക്കണം. അല്ലെ നമ്മുടെ ഏതെങ്കിലും ഫോട്ടോ ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് ഒരു പേജിൽ നമ്മളത് ഒട്ടിക്കണം. ഇപ്പുറത്തെ സൈഡിൽ ഒരു വീട്, ഞാൻ സ്വപ്നം കാണുന്ന വീടാണെങ്കിൽ വീടിൽ എത്ര മുറി വേണം, മുറി എങ്ങനെയൊക്കെ ആയിരിക്കണം, ഏത് കളറിലായിരിക്കണം, എത്ര സ്ക്വയർ ഫീറ്റ് ആയിരിക്കണം, എത്ര രൂപയുടെ ആയിരിക്കണം, ഇതെല്ലാം അടുത്ത സൈഡിൽ എഴുതണം. ഒരു സൈഡിൽ ഫോട്ടോ, ഒരു സൈഡിൽ ഇതെല്ലാം. ഇതൊക്കെ ഞാൻ എപ്പോഴാണ് അച്ചീവ് ചെയ്യുന്നത്, എപ്പോഴാണ് ഞാൻ നേടിയെടുക്കാൻ പോകുന്നത് എന്നുകൂടി തീരുമാനിച്ച് അതിൽ എഴുതണം. ശ്വസിക്കണം, അത് ചെയ്യണം. എഴുതി വെച്ചിട്ട് ഓരോ ദിവസവും നമ്മൾ എഴുതി വെക്കുന്ന, ഞാൻ പറഞ്ഞ ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞോളൂ, ബാക്കിയുള്ള കാര്യങ്ങളും നിങ്ങൾ അടുത്തടുത്ത പേജിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഒരു സൈഡ് വീടാണെങ്കിൽ വീട്, അടുത്ത സൈഡ് കാറാണെങ്കിൽ കാറ്, അടുത്ത സൈഡ് ബാങ്ക് ബാലൻസ് നല്ലപോലെ ഉയരണം. ഇന്ന് ഒന്നുമില്ലാതെ നമ്മൾ പൈസയൊക്കെ കുറഞ്ഞ പൈസയിൽ ബുദ്ധിമുട്ടുന്നവരാണെങ്കിലും RCMൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ കിട്ടും, ഉറപ്പാണ്. നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് എല്ലാം കാണിച്ചെന്ന ഒരു ഇതാണ്. അപ്പൊ നമ്മളത് മനസ്സിലാക്കിയിട്ട് ഇത്ര കോടി രൂപ എനിക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടാകും എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് അവിടെ ബാങ്ക് ബാലൻസ് എഴുതുക. അങ്ങനെ ഓരോ കാര്യങ്ങളും എന്തൊക്കെയാ വേണ്ടെന്നുള്ളത് എഴുതുക. എഴുതിയിട്ട് ഓരോ ദിവസവും ആ പുസ്തകം എടുത്തു വെച്ചിട്ട് ഇതെല്ലാം ഞാൻ നേടും, ഞാൻ നേടിയിരിക്കും എന്ന് സ്വയമേ പറയുക. വിശ്വസിക്കണം, നിങ്ങൾ സ്വയമേ ഏറ്റു പറയുകയും വേണം. ഇതാണ് ആ പുസ്തകത്തിൽ പറയുന്നത്. ഇത് തന്നെയാണ് ബൈബിളിലും ഈശോ പറയുന്നത്. ബൈബിളിലുള്ള ഒരു വാക്കാണ്, നിങ്ങൾ വിശ്വസിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കും എന്ന് വിശ്വസിക്കുകയും അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടും എന്നാണ്. വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എന്തും കിട്ടുമെന്ന് ഉറച്ചു വിശ്വസിക്കണം. ചുമ്മാ കിട്ടുമോ എഴുതി വെച്ചിട്ട് അല്ലെ പടമൊക്കെ ഒട്ടിച്ചു വെച്ചിട്ട് നടക്കുവോ? ചിലപ്പോൾ നടക്കുമായിരിക്കും. ഇതൊക്കെ എവിടെ നടക്കാൻ പോകുന്നു, നടന്നാൽ കൊള്ളാം, ഇങ്ങനെയൊന്നും ചിന്തിക്കരുത്. നമ്മൾ ബ്ലാങ്ക് ആയിട്ട് ഇപ്പം ഈ നിമിഷം നമുക്ക് സാധിക്കാതെ ഇരിക്കാം. ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഞാൻ ഒരു 2 കോടി രൂപയുടെ വലിയ വീട് പണിയണം എന്ന് ഇപ്പൊ ഞാൻ ചിന്തിക്കുമ്പോൾ, ഞാൻ ആഗ്രഹിക്കുമ്പോൾ, ഇന്നത്തെ എന്റെ അവസ്ഥയിൽ അത് സാധിക്കാത്ത ഒന്നായിരിക്കാം, ശരിയാണ്. പക്ഷേ നാളെ ഈ അവസ്ഥ മാറി അത് സാധ്യമായി തന്നെ ആയിരിക്കും. അത് സാധിക്കും, അത് തീർച്ചയായിട്ടും RCMലൂടെ സാധിക്കും. ആ ഉറച്ച ബോധ്യം നമുക്ക് വേണം. എന്നിട്ട് അത് അതിരങ്ങളിൽ ഓരോ ദിവസവും അത് പറഞ്ഞുകൊണ്ടിരിക്കണം. പറയുമോ? കേട്ടോണ്ടിരിക്കുന്ന എൻ്റെ സഹോദരന്മാര് അത് വിശ്വസിച്ച് അത് ഒരു ഡ്രീം ബുക്ക് എടുത്ത് അതിൻ്റെ അകത്ത് ഇങ്ങനെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇത് ചെയ്യണം. ഇതെല്ലാം ആ പുസ്തകത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഞാനൊന്നും ഇല്ലാത്ത കാര്യമില്ല പറയുന്നത്. എഴുതി ഒരു ഡ്രീം ബുക്ക് നമുക്ക് റെഡിയാക്കണം. ഇതാണ് RCM നമുക്ക് പറയുന്നത്. ഒരു ഡ്രീം നമുക്ക് വേണം. എന്നിട്ട് ഇതെല്ലാം എഴുതി വെച്ച് വിശ്വസിക്കുന്നു. ഓക്കെ, ഇതൊരു ഫസ്റ്റ് പാർട്ട്. ഓക്കെ, രണ്ടാമത് നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് പറയുന്ന, RCM പറയുന്ന കാര്യമാണ് ലിസ്റ്റ് ഉണ്ടാക്കുക. നമ്മൾ ഡ്രീം ബുക്ക് എഴുതി, ഓക്കെ, അത് പ്രകൃതി തന്നോളും, അതിൽ യാതൊരു സംശയവും വേണ്ട. നമ്മുടെ സ്റ്റെപ്പ് എന്താണ്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ നമ്മൾ ചെയ്യേണ്ട അടുത്ത കാര്യമാണ് ലിസ്റ്റ് ഉണ്ടാക്കുക. എന്ത് ലിസ്റ്റ്? ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ അറിയാമല്ലോ, നമുക്ക് വരുമാനം ഉണ്ടാകണം, നമ്മുടെ സ്വപ്നങ്ങളൊക്കെ പൂവണിയണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് യൂസ് ആൻഡ് പ്രൊമോട്ട്. നമ്മുടെ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുക, അതുപോലെ തന്നെ പ്രൊമോട്ട് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ഒരു ടീം ക്രിയേറ്റ് ചെയ്യുക. ഇതൊക്കെ നമ്മുടെ ഇതിലുള്ളതാണ്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ആർക്കൊക്കെയാണ് പ്രോഡക്റ്റ് കൊടുക്കേണ്ടത്, ആരെയൊക്കെയാണ് നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കേണ്ടത്, അവരുടെ ഒരു വലിയ ലിസ്റ്റ് എഴുതുക. ലിസ്റ്റ് എല്ലാവർക്കും എഴുതാൻ സാധിക്കും. അതൊരു ബുക്ക് തനിയെ മാറ്റി വയ്ക്കുക. ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് തനിയെ മാറ്റി വയ്ക്കുക. എന്നിട്ട് ആ ലിസ്റ്റില് നമുക്കറിയാവുന്ന എല്ലാവരുടെയും പേര് എഴുതണം. അറിയാവുന്ന പേരെന്ന് പറയുമ്പോൾ ഇപ്പം എത്ര പേര് എഴുതാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
നമ്മുടെ ഫോൺ എടുക്കുക, മൊബൈൽ ഫോൺ എടുക്കുക, എടുത്തിട്ട് കോണ്ടാക്ട് എടുക്കുക. കോണ്ടാക്ട് ചെന്നിട്ട് ആൽഫബറ്റിക്കൽ എ തൊട്ട് സെഡ് വരെയുള്ള എല്ലാ വ്യക്തികളുടെയും പേര് അതിൽ എഴുതുക, ലിസ്റ്റിൽ എഴുതുക. എല്ലാ വ്യക്തികളുടെ പേര് ഒരു ലിസ്റ്റിൽ എഴുതുക. അപ്പം കുറഞ്ഞത് 500 പേരെങ്കിലും കിട്ടത്തില്ലേ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഈ 500 പേരും RCMൽ ചേരുമോ? അതാണ് കുഴപ്പം. നമ്മൾ ഒരിക്കലും അങ്ങനെ മുൻവിധിയോടെ നമ്മൾ കാണരുത്. ഇതെന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്. നമ്മൾ എല്ലാം എഴുതി വെക്കണം. എഴുതി വെച്ചിട്ട് ഓരോരുത്തരും ഇതിൽ നമ്മൾ കാറ്റഗറി വൈസ് നമുക്ക് തിരിക്കണം. ആദ്യം വലിയ ഒരു ലിസ്റ്റ് എഴുതുക, എല്ലാ പേരും എഴുതുക. നമ്മുടെ ഫേസ്ബുക്കിലും നമുക്ക് കോണ്ടാക്ട് കാണും. ഇവിടെ ആണെങ്കിലും വെളിയിലാണെങ്കിലും ആരാണെങ്കിലും അവരുടെ ലിസ്റ്റ് എല്ലാം എഴുതുക. എല്ലാവരുടെയും പേര് എഴുതുക. എഴുതിയിട്ട് പിന്നെ അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് നമ്മൾ ചെയ്യണം. അതിൽ നമ്മുടെ അടുത്തുള്ളവര് ആദ്യത്തെ ഒരു കാറ്റഗറി, പിന്നെ കുറച്ചകന്നിരിക്കുന്നവർ അടുത്ത കാറ്റഗറി, പിന്നെ ദൂരെ ഇരിക്കുന്നവർ അടുത്ത കാറ്റഗറി, പിന്നെ അധികം കോണ്ടാക്ട് ഇല്ല വല്ലപ്പോഴൊക്കെ ഉള്ളു കോണ്ടാക്ട് എന്നുള്ളവർ അടുത്ത കാറ്റഗറി. ഇങ്ങനെ ഓരോ കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കണം. തിരിച്ചിട്ട് ദിവസവും കുറഞ്ഞത് ഞാൻ പറയുന്നത് കുറഞ്ഞത് 10 പേരെങ്കിലും നമ്മൾ വിളിക്കണം. RCM പറയണം. പറ്റുമോ? ഇപ്പൊ ഞാൻ പറയുന്നത് 10 പേരെന്ന് പറഞ്ഞാൽ 10 പേരല്ല, വേണമെങ്കിൽ 20 ആകാം, വേണമെങ്കിൽ 50 ആകാം, 100 ആകാം. നിങ്ങളുടെ സ്വപ്നങ്ങൾ എത്ര വലുതോ അത്രയ്ക്കും എഫേർട്ട് നിങ്ങൾ കൊടുക്കണം. ഇതാണ് പറയുന്നത്. ഇപ്പം ഞാൻ പറയുന്നത് ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീട്, ഒരു 2 മുറി, ഒരു ചെറിയ വീട്, അത്രയും ഉണ്ടെങ്കിൽ അത്രയും മതി. 10 പേരൊക്കെ മതി ഒരു ദിവസം. നിങ്ങളുടെ സ്വപ്നം വലുതാണെങ്കിൽ അതിനുള്ള എഫേർട്ട് ഉണ്ട്. നിങ്ങളുടെ സ്വപ്നം വലുതും നിങ്ങളുടെ എഫേർട്ട് ചെറുതുമാണെങ്കിൽ ഒത്തിരി സമയം എടുക്കും. നമുക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് നടക്കണ്ടേ? ആഗ്രഹമില്ലേ? നമ്മൾ ഈ നിലയിൽ ഇങ്ങനെ അങ്ങ് ഇരുന്നാൽ മതിയോ? നമ്മൾ ഓരോ ദിവസവും വളർന്ന് മുന്നോട്ട് വരണം. ഇന്ന് ബിഗിനറായിരിക്കുന്നവര് അടുത്തത് റണ്ണറാകണം, അത് സ്റ്റാർ ആകണം, പിന്നെ ഡയമണ്ട്, റൂബി, വലിയ വലിയ നിലയിലേക്ക് എത്തണ്ട. ഇങ്ങനെ ഇരുന്നാൽ മതിയോ? നമ്മൾ ഓരോ ദിവസവും വളർന്നിരിക്കുന്ന അതനുസരിച്ചിട്ടുള്ള എഫേർട്ട് നമ്മൾ കൊടുത്തേ പറ്റും. അല്ലാതെ വീട്ടിൽ കുത്തിയിരുന്നിട്ട് RCM ഒന്നും തരുന്നില്ല, RCM ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ പറയുന്ന ഒത്തിരി പേരുണ്ട്. ഇതൊന്നും കാര്യമല്ല. ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഇതല്ലേ നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. ചെയ്യാതെ ഇരുന്നിട്ട് നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. കുറ്റം പറയുന്നത് പൊതുവെ നമ്മുടെ എല്ലാവരും സ്വഭാവമാണ്. അതിലൊന്നും കാര്യമൊന്നുമില്ല. അതിൽ സ്വയം നമ്മൾ തന്നെ നശിക്കുകയല്ലാതെ മറ്റുള്ളവരെയും നശിപ്പിച്ച് എല്ലാം ഒന്നില്ലാണ്ടാകും. അതല്ല വേണ്ടത്. RCM വരുമ്പം എപ്പോഴും തിങ്ക് പോസിറ്റീവ്. നമുക്കെല്ലാം RCM തരുന്നുണ്ട്. റിയലി നമ്മൾ പ്രൗഡ് ചെയ്യാം. നമുക്ക് പ്രൗഡ്ലി ആയിട്ട് നമുക്ക് പറയാം, അഭിമാനത്തോട് നമുക്ക് പറയാം, RCM എന്ന മഹാപ്രസ്ഥാനത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എന്റെ പ്രസ്ഥാനം എനിക്ക് ആവശ്യമുള്ളതെല്ലാം തരും. അതിന് ചെറിയ ചെറിയ എഫേർട്ട് ഞാൻ ഇടുന്നത് മാത്രമേ. ആ എഫേർട്ട് ഇടുമ്പം അതനുസരിച്ചുള്ള ഫലം നമുക്ക് കിട്ടും. അതല്ലേ മന്ത്ലി ബോണസ്, ഇയർലി ബോണസ് ഇങ്ങനെയെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു കടമ്പ കടക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. നമ്മളത് പരിശ്രമം നമുക്ക് എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കണം. പരിശ്രമം തുടരാതെ നമുക്കൊരു കാര്യം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരു മിനിറ്റ് സാറേ, ഒരു ഇതായിട്ടുണ്ട്. ഇപ്പം ലിസ്റ്റിന്റെ കാര്യം പറഞ്ഞു, ആദ്യം ഡ്രീം പറഞ്ഞു, ഡ്രീമിൽ നമ്മൾ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞു, ലിസ്റ്റിന്റെ കാര്യം പറഞ്ഞു, ലിസ്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഒരു ഐഡിയ കിട്ടി. ഇനിയിപ്പം അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് RCM നമുക്ക് പറഞ്ഞു കൊടുക്കുന്ന അടുത്ത കാര്യമാണ് ലിസ്റ്റൊക്കെ ഇട്ട് ഓരോരുത്തരെ നമ്മൾ സമീപിച്ച് നമ്മൾ ഷോ ദ പ്ലാൻ. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെയായിരിക്കും മറ്റുള്ളവരും ആഗ്രഹിക്കുന്നത്. അല്ല, നമ്മൾ സംസാരിക്കുമ്പം അറിയാം ഇന്നത്തെ ഈ അവസ്ഥയൊക്കെ മാറി ഞാനൊരു നല്ല നിലയിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് എല്ലാവരും, അല്ലെ? അപ്പം അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടേ?
അവരെ നമ്മുടെ കുടുംബമായിട്ട് മാറ്റണ്ടേ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട അടുത്ത കാര്യമാണ് ഷോ ദ പ്ലാൻ. നമുക്കറിയാം പ്ലാൻ എന്തൊക്കെയാന്നുള്ളത്. ഗ്രേറ്റ് ലീഡേഴ്സ്മാരെല്ലാം നമുക്ക് പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പ്ലാൻ. പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ RCM കുറിച്ച് പറയുക. RCM എന്ന് 3 അക്ഷരം. ചിലപ്പം നമ്മൾ പറഞ്ഞ് കേൾക്കുന്ന വ്യക്തി അത് അറിഞ്ഞിരിക്കണമെന്നില്ല. അപ്പൊ അവരുടെ അടുത്ത് RCM എന്ന കാര്യത്തെ കുറിച്ച് പറയുക. റൈറ്റ് കോൺസെപ്റ്റ് മാർക്കറ്റിംഗ്. ഇതാണ് പ്ലാനിലുള്ള കാര്യങ്ങൾ. RCM കുറിച്ച് പറയുക. രണ്ടാമത് ട്രഡീഷണൽ മാർക്കറ്റിംഗ്, നമ്മുടെ ഡയറക്റ്റ് സെല്ലിംഗ് മാർക്കറ്റിംഗ്, അതിലുള്ള ദോഷഫലങ്ങളെ കുറിച്ച്, നമ്മുടെ ഡയറക്റ്റ് സെല്ലിങ്ങിലുള്ള നല്ല കാര്യങ്ങളെ കുറിച്ച് അത് പറഞ്ഞു കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നിലവിൽ നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങളെ കുറിച്ചുള്ള ഒരു കമ്പാരിഷൻ. ഇപ്പം സാധാരണ നമ്മൾ ആട്ടയൊക്കെ വാങ്ങിക്കുമ്പോൾ, വെളിയിൽ വാങ്ങിക്കുമ്പോൾ, ഉദാഹരണത്തിന് ഞാൻ പറയാം, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഉദാഹരണം പറയാം, ആട്ടയൊക്കെ വാങ്ങിക്കുമ്പോൾ, വെളിയിൽ വാങ്ങിക്കുമ്പോൾ 130 രൂപ 140 രൂപ ആകും. നമ്മുടെ ഇതിൽ വന്നാലും 125 രൂപ. പിന്നെ ഒരു ഐഡിയ എടുത്താലും വെറും 103 രൂപ. ഇത് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പ്രൈസ് കമ്പാരിഷൻ ചെയ്യുക. നിങ്ങൾ വാങ്ങിക്കുന്ന ഓരോ സാധനത്തിന്റെയും വിലകൾ, പൊതുവേ ഉള്ള വില, നമ്മുടെ RCMലുള്ള വിലകൾ, അത് പ്രൈസ് കമ്പാരിഷൻ ചെയ്യുക. പിന്നെ നമ്മുടെ പ്രൊഫൈൽ പറയുക. RCM കുറിച്ചുള്ള പ്രൊഫൈൽ. നമ്മൾ RCMന്റെ തുടക്കം എന്താണ്, RCM ആരാണ് തുടങ്ങിയത്, ഇപ്പം അതിന്റെ എൻഡിങ് ഇപ്പം എങ്ങനെ ഇരിക്കുന്നു. 2000 തുടങ്ങിയ RCM എന്ന പ്രസ്ഥാനം 1977 നമുക്ക് തുടങ്ങിയതാണ്. ഫാഷൻ ഷൂട്ടിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ് 1977 തുടങ്ങിയതാണ്. 2000 ആയപ്പോൾ അത് RCM എന്ന പേര് മാറ്റി ഡയറക്റ്റ് സെല്ലിംഗിലേക്ക് കൊണ്ടുവന്ന് അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള അതിന്റെ വളർച്ചകളെ കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അറിയാമല്ലോ. അപ്പം അതിനെക്കുറിച്ച് നമ്മുടെ കമ്പനി പ്രൊഫൈൽ പറഞ്ഞു കൊടുക്കാം. പിന്നെ ആക്ഷൻ പ്ലാൻ, യൂസ് ആൻഡ് പ്രൊമോട്ട്, അതിന്റെ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. പിന്നെ ഇൻകം പ്ലാനിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ പുതിയതായിട്ട് വരുന്ന വ്യക്തികൾക്ക് നമുക്ക് പറഞ്ഞു കൊടുത്താൽ തീർച്ചയായിട്ടും അതും അവർക്ക് വലിയൊരു സഹായകരമാവും. നമുക്കും ഒരു മെമ്പറിനെ കിട്ടും. നമ്മൾ പ്ലാൻ പറഞ്ഞ് അടുത്ത 48 hours, 2 ദിവസത്തിനകം അവർ വീണ്ടും കോണ്ടാക്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. നമ്മൾ ആരോട് പ്ലാൻ പറഞ്ഞോ ആ വ്യക്തിയോട് 48 മണിക്കൂറിനകം കോണ്ടാക്ട് ചെയ്ത് അവരുടെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. അവർക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് സംസാരിച്ച് അവരെ തെറ്റിദ്ധാരണ മാറ്റുകയും അവരുടെ സംശയങ്ങൾ തീർക്കുകയും ചെയ്യണം. വിത്തിൻ 48 hours, 48 മണിക്കൂറിനകം തന്നെ ചെയ്തിരിക്കണം. അല്ലാതെ പ്ലാൻ പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാൽ കുറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പോകരുത്. ഇതൊക്കെ നമുക്ക് RCM പറഞ്ഞു തരുന്ന റൂൾസുകളാണ് ഞാൻ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം. ജസ്റ്റ് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളത് ഫോളോ അപ്പ് ചെയ്യണം. 48 മണിക്കൂറിനകം ആ വ്യക്തിയോട് സംസാരിച്ച് അഭിപ്രായങ്ങൾ അറിയുക. അടുത്തത്, നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉറപ്പ് ഉണ്ട് എന്നുള്ള ബോധ്യം വ്യക്തിക്ക് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ജോയിന്റിലേക്ക് പോവുക. അങ്ങനെ ജോയിൻ ചെയ്ത് കഴിയുമ്പം ആ വ്യക്തി നമ്മുടെ കുടുംബത്തിൽ ഒരു അംഗമായിട്ട് മാറിക്കഴിയുമ്പം ഉള്ള നേട്ടങ്ങൾ നിരവധിയാണ്. നമുക്കും നേട്ടമുണ്ട്, ജോയിൻ ചെയ്ത വ്യക്തിക്കും നേട്ടങ്ങളുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കുക. ഇതൊന്നും പുതിയ കാര്യങ്ങളൊന്നുമല്ല, നമ്മൾ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്ന് മാത്രം പറഞ്ഞൊരു കാര്യമില്ല. കേട്ട് നമ്മൾ ജീവിതത്തിൽ പ്രാബല്യമാക്കണം. തീർച്ചയായിട്ടും നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ്മാരെല്ലാം ഇതിനെല്ലാവരും മുന്നുദാഹരണമാണ്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ കാര്യങ്ങളും അവർ പാലിച്ച് നടത്തിയാണ് നമ്മുടെ കയ്യിലേക്ക് തന്നിരിക്കുന്നത്. ഇനിയിപ്പം നമ്മൾ അത് പാലിക്കണം. നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് എന്താണോ കാണിച്ചു കൊടുത്തത് അത് നമ്മൾ പഠിച്ച് അത് തന്നെ ഡ്യൂപ്ലിക്കേഷൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. അവരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കണം. അവർക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കണം. ആ ദൗത്യം കൂടി നമുക്കുണ്ട്. അവരെ RCMന്റെ ഒരു നല്ല ഒരു ലീഡേഴ്സ് ആക്കി തീർക്കാൻ നമുക്ക് എല്ലാവർക്കും കടമയുണ്ട്. കാരണം നമ്മളെപ്പോലെ തന്നെയാണ് അവർക്കും പല സ്വപ്നങ്ങളുണ്ട്. അത് നേടിയെടുക്കാൻ അവർക്ക് ആഗ്രഹവുമുണ്ട്. പക്ഷെ എങ്ങനെയാണെന്നുള്ളത് അവർക്കറിയില്ല. അപ്പം പഠിച്ച കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുത്ത് അവരെയും ഒരു ലീഡേഴ്സ് ആക്കിയാൽ തീർച്ചയായിട്ടും അതിന്റെ ഗുണം
നമുക്കും നമ്മുടെ സമുദായത്തിനും നമ്മുടെ എല്ലാവർക്കും ഉണ്ട്, നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും ഉണ്ട്, അല്ലെ? ആ കാര്യം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക. ആദ്യമേ നമുക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും പഠിക്കാനുള്ള സമയം ഇപ്പം കണ്ടില്ല. ഇപ്പം രാവിലെ എഴുന്നേറ്റ് തണുപ്പൊക്കെയാണ്, നമ്മളൊന്ന് ഉറങ്ങി എഴുന്നേറ്റൊക്കെ വന്ന് ഈ സൂം മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും പലർക്കും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഗുണം ഏറെയാണ്, അല്ലെ? എന്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രദീപ് സാറൊക്കെ എടുത്ത ക്ലാസ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ചുമ്മാ വെറുതെ ഇരിക്കാൻ തോന്നിയല്ല. അത്രയും നല്ല ക്ലാസ്സുകളാണ് നമുക്ക് ഓരോ ലീഡേഴ്സുമാരും ഓരോ ദിവസവും തരുന്നത്, അല്ലെ? എന്തെങ്കിലുമൊക്കെ വന്ന് നമുക്ക് സ്പാർക്കാം. ഉടനെ അത് പിടിച്ച് നമ്മൾ അടുത്തടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം. നമ്മൾ സ്വപ്നം കണ്ട് കുത്തിയിരിക്കുന്നവരായിട്ട് മാറാതെ അതിനായിട്ട് പരിശ്രമിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. പരിശ്രമം മാത്രമേ നമുക്ക് വിജയത്തിലേക്ക് കൊണ്ടുപോകത്തുള്ളൂ. പരിശ്രമിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ ഒരു മീറ്റിംഗും നമ്മൾ നിസ്സാരമായിട്ട് കരുതരുത്. ഒരു വ്യക്തിയെയും നമുക്ക് നിസ്സാരമായിട്ട് നമ്മൾ കരുതരുത്. എന്തെങ്കിലുമൊക്കെ കിട്ടും. ചെറുപ്പക്കാർ മുതൽ വലിയ പ്രായമായവർ വരെ അറിവുകൾ നേടാൻ ദൈവം കൊടുത്തിരിക്കുന്ന അവസരങ്ങളാണ് ഇവരെല്ലാവരും. ആരെയും നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല. എല്ലാവരിടത്തും എന്തെങ്കിലും ഒരു പ്രത്യേകത കാണും. അത് തിരിച്ചറിയുക, അല്ല കുറ്റം പറഞ്ഞ് മാത്രം നിന്നിട്ട് കാര്യമില്ല. അപ്പം ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഞാൻ ഒന്നും കൂടി ഇതിന്റെ കാര്യങ്ങൾ റിവൈൻഡ് ചെയ്യാണ്. നമുക്ക് RCM നല്ല ആരോഗ്യവും സമ്പത്തും തരാൻ പറ്റിയ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. അത് തിരിച്ചറിയുക. പിന്നെ RCM പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ അനുസരിക്കുക. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. RCM പറയുന്ന കാര്യങ്ങൾ അതേപടി അനുസരിക്കണം. RCM പറയുന്ന കാര്യങ്ങൾ നമ്മൾ അതേപടി അനുസരിക്കുമ്പോൾ അതേപടി RCM എന്തു പറഞ്ഞോ അത് നമുക്ക് തരും. അത് ഉറപ്പാണ്. അതല്ലേ നമ്മുടെ ലീഡേഴ്സിന്റെ അടുത്തൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ന്യൂട്രിചാർജിന്റെ മീറ്റിങ്ങിലൊക്കെ പോയപ്പോൾ കണ്ടായിരുന്നു. എന്തുമാത്രം പേരാണ് നമ്മുടെ ലീഡേഴ്സുമാരായിട്ടുള്ളത്. അവരൊക്കെ നേടിയെടുക്കുന്ന നിരവധി നന്മകൾ നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് കൊതി തോന്നും, അല്ലെ? നമുക്കൊരു ആഗ്രഹം ഉണ്ടാകുന്നത് നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ? തീർച്ചയായിട്ടും അങ്ങനെ വേണം. അങ്ങനെ മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്താലേ നമുക്ക് അങ്ങനത്തെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടത്തുള്ളൂ. അവരെങ്ങനെയാണ് ആ ലെവലിലേക്ക് എത്തിയത്? ചുമ്മാ വെറുതെ കുത്തിയിരുന്നിട്ടാണ് ആ ലെവലിലേക്ക് എത്തിയത്. ഒത്തിരി കഷ്ടപ്പാടുകൾ. ഞാൻ ഇപ്പോഴും ഓർക്കുന്ന കാര്യമാണ്. ഈ ബാബു സാറും ഇരിക്കുന്ന റജിമോൻ സാറും പ്രദീപ് സാറും ജോസ് സാറും നമ്മുടെ ലീഡേഴ്സ് എല്ലാവരും ആ നിലയിലേക്ക് എത്തിയ കഴിഞ്ഞ കാലങ്ങൾ നമ്മളൊന്ന് നോക്കുമ്പോൾ ഇന്നത്തെ കാലം നമുക്ക് വളരെ എളുപ്പമാണ്. സത്യമാണ് ഞാൻ പറയുന്നത്. ഇന്ന് നമുക്ക് നിരവധി ചാൻസുകളുണ്ട് RCMനെ പഠിക്കാനും അതിനെ പ്രയോജനപ്പെടുത്താനും. ഇങ്ങനത്തെ പ്ലാറ്റ്ഫോം ഒക്കെ നമുക്ക് എത്ര ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ അന്നത്തെ കാലത്ത് ഇവർക്ക് ഇതൊന്നും ഇല്ലായിരുന്നു. ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമോ ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റിയോ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ കഠിനാധ്വാനത്തിലൂടെയാണ് അവരൊക്കെ ആ നിലയിലേക്ക് എത്തിയത്. അതിൻ്റെ ഒരു പകുതിയെങ്കിലും നമ്മൾ ചെയ്താൽ ഞാൻ പറയുന്നു ഇപ്പോൾ ഉള്ള ലീഡേഴ്സിനേക്കാളും മുകളിലേക്ക് നമുക്ക് വരാൻ തീർച്ചയായിട്ടും സാധിക്കും. പക്ഷെ മനസ്സുണ്ടാകണം, അതിനുവേണ്ടി പരിശ്രമിക്കണം. അത് രണ്ടും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. പ്രത്യേകമായിട്ട് ഓർക്കണം 2 കാര്യം. ഒന്ന്, നമ്മൾ ഡ്രീം ലിസ്റ്റ് എഴുതുക തന്നെ വേണം. എഴുതാത്തവർ ഇന്ന് തന്നെ എഴുതണം. ഡ്രീം ലിസ്റ്റ് എഴുതണം. നിങ്ങൾ എന്ത് ആഗ്രഹിച്ചാലും അത് എഴുതുക. തീർച്ചയായിട്ടും അത് പ്രകൃതി തരുമെന്നാണ് പറയുന്നത്. നമ്മൾ നെഗറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഇതൊക്കെ കിട്ടുമോ? ചിലപ്പം കിട്ടുമായിരിക്കും, ചിലപ്പം കിട്ടില്ല. കിട്ടാൻ സാധ്യത ഉണ്ടോ? ഇതൊക്കെ എവിടെ നടക്കും? ഇങ്ങനെ നെഗറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കരുത്. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നുവോ അത് പ്രകൃതി തീർച്ചയായിട്ടും തന്നിരിക്കും. ഉറച്ച് വിശ്വസിക്കുക. പിന്നെ രണ്ടാമത്തത്, നമ്മൾ പരിശ്രമിക്കുക. പരിശ്രമം ലിസ്റ്റ് എഴുതി വെച്ച് ഓരോ വ്യക്തിയിലേക്കും ഈ RCM എന്ന നന്മ കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ്. എത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ആഗ്രഹിച്ച നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ദൈവം നന്ദി പറയുന്ന ദിവസം എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസമായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എൻ്റെ ഈ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. ഈ വേദിയിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു ചാൻസ് തന്ന നമ്മുടെ ഗ്രീറ്റ് ലീഡേഴ്സ്മാർ എല്ലാവരെയും നന്ദിയോടുകൂടെ ഓർത്തുകൊണ്ട് നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് RCM, ഗുഡ് RCM. താങ്ക് യു.